ആറ്റിറ്റ്യൂഡ് എറയെപ്പോലെ തന്നെ ഡബ്ല്യുഡബ്ല്യുഇയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു റൂത്ത്ലെസ് അഗ്രഷൻ എറ. 2002 ജൂൺ 24 നടന്ന റോ എപ്പിസോഡിൽ ഡബ്ല്യുഡബ്ല്യുഇയുടെ ചെയർമാനായ വിൻസ് മക്മാൻ റൂത്ത്ലെസ് അഗ്രഷൻ എന്ന പേരിൽ പുതിയൊരു കാലഘട്ടം ആരംഭിച്ചു. പിന്നീട് അതേ വർഷം തന്നെ അന്നത്തെ ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യനായ ബ്രോക്ക് ലെസ്നർ അദ്ദേഹത്തെ സ്വയം സ്മാക്ഡൗൺ ബ്രാൻഡിലെ ഒരു പ്രോപ്പർട്ടിയായി അനൗൺസ് ചെയ്തു. പിന്നീട് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും കൂടാതെ ഡബ്ല്യുഡബ്ല്യുഇയിലെ എല്ലാ ചാമ്പ്യൻഷിപ്പുകൾക്കും ഷോ എക്സ്ക്ലൂസീവ് ആവുകയും ചെയ്തു. പിന്നീട് റോയും സ്മാക്ഡൗണും ആ ബ്രാൻഡിൽ നിന്നുള്ള പെർഫോമർമാരെ മാത്രം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിഗത പരിപാടികളായി മാറാൻ തുടങ്ങി. കൂടാതെ റോയൽ റംബിൾ, റെസിൽമേനിയ, സമ്മർ സ്ലാം, സർവൈവർ സീരീസ് എന്നീ 4 പ്രധാന പേപ്പർ വ്യൂകൾ മാത്രമേ ഡുവൽ ബ്രാൻഡഡ് ആയി നിലനിന്നിട്ടുള്ളൂ. റെസിൽമേനിയ 23 ശേഷം സിംഗിൾ ബ്രാൻഡ് പേപ്പർ വ്യൂ പരിപാടികൾ ഉപേക്ഷിച്ചു. ഇതിൻ്റെ ഫലത്തിൽ റോയും സ്മാക്ഡൗണും 2 വ്യത്യസ്ത പ്രൊമോഷനുകളായി പ്രവർത്തിച്ചു. ഓരോ ബ്രാൻഡിലും ഏതൊക്കെ താരങ്ങളെ നിയോഗിക്കണമെന്നത് നിശ്ചയിക്കുന്നത് ഡ്രാഫ്റ്റ് ലോട്ടറിയിലൂടെയാണ്. റൂത്ത്ലെസ് എറ എന്ന കാലഘട്ടത്തിൽ മാറിയതിനു ശേഷം ആറ്റിറ്റ്യൂഡ് എറയിലെ വിവിധ ഘടകങ്ങൾ റൂത്ത്ലെസ് എറയിലും ഫീച്ചർ ചെയ്തു. അതിൽ വയലൻസും അഡൾട്ട് കണ്ടന്റും റൂത്ത്ലെസ് എറയിലും ഉണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് കണ്ടന്റുകൾ കുറവായിരുന്നു. ആറ്റിറ്റ്യൂഡ് എറയിലെ 2 മുൻനിര താരങ്ങളായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ആസ്റ്റിൻ, ദ റോക്ക് എന്നിവർ യഥാക്രമം 2003-ലും 2004-ലും കമ്പനി വിട്ടു. അതേസമയം ബ്രോക്ക് ലെസ്നർ, റാൻഡി ഓർട്ടൺ എന്നിവരെ പോലെയുള്ള പുതുമുഖങ്ങൾ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായി വലിയ വിജയം കണ്ടു. മാത്രമല്ല ട്രിപ്പിൾ എച്ചും ഈ സമയത്ത് വളരെ പോപ്പുലറായി. കൂടാതെ അണ്ടർടേക്കറിൻ്റെ റെസിൽമേനിയ വിന്നിംഗ് സ്ട്രീക്കും വളരെയധികം പോപ്പുലാരിറ്റി നേടി. കൂടാതെ എഡി ഗൊറേറോ, റേ മിസ്റ്റീരിയോ, കർട്ട് ആംഗിൾ, ക്രിസ് ബെനോയിറ്റ്, എഡ്ജ്, ബ്രോക്ക് ലെസ്നർ, റാൻഡി ഓർട്ടൺ, ജോൺ സീന, ബെറ്റിസ്റ്റ, JBL, റോബൻ ഡാം എന്നിവരൊക്കെ മെയിൻ ഇവൻറ്റുകളിൽ അവസരം ലഭിക്കുകയും ഇവരൊക്കെ തന്നെ 2ാം തവണയും വേൾഡ് ചാമ്പ്യനാവുകയും ചെയ്തു. കൂടാതെ 2002 പകുതി മുതൽ 2003 വരെ എറിക് ബിഷോഫ്, സ്കോട്ട് സ്റ്റൈനിയർ, ഗോൾഡ്ബർഗ്, കെവിൻ നാഷ് ആൻഡ് റിക് ഫ്ലെയർ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരായ WCW താരങ്ങളെ ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് കൊണ്ടുവന്നു. ദ ഗ്രേറ്റ് അമേരിക്കൻ ബാഷ് യഥാർത്ഥത്തിൽ WCWയുടെ പേപ്പർ വ്യൂ ഇവൻ്റാണ്. ഇതും ഡബ്ല്യുഡബ്ല്യുഇയിൽ കൊണ്ടുവന്നു. കൂടാതെ ഈ കാലഘട്ടത്താണ് മണി ഇൻ ദ ബാങ്ക് ആരംഭിക്കുന്നത്. 2005 മാർച്ചിൽ ക്രിസ് ജെറിക്കോയാണ് മണി ഇൻ ദ ബാങ്കിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2002 മുതൽ 2008 വരെയായിരുന്നു റൂത്ത്ലെസ് അഗ്രഷൻ എറ എന്ന കാലഘട്ടം നടന്നിരുന്നത്. പിന്നീട് 2008 ജൂലൈ 22-ൽ ഡബ്ല്യുഡബ്ല്യുഇയുടെ എല്ലാ പ്രോഗ്രാമുകളും PG ടെലിവിഷൻ റേറ്റിംഗ് ആയി. അങ്ങനെ PG എറ എന്ന കാലഘട്ടം ആരംഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.